ഹായ് ഹലോ, സ്നേക് രാജ്യം എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിന് തറക്കല്ലിട്ട അഞ്ചംഗ ഫോർട്ട് അഥവാ അഞ്ചുതെങ്ങ് കോട്ടയെക്കുറിച്ചും ചാട്ടവാറടിയിലൂടെ പാവങ്ങളുടെ കണ്ണുനീരും രക്തവും വാർന്നൊഴുകിയ ഈ 7 കൽത്തൂണുകളെക്കുറിച്ചും കടൽ മാർഗം ചരക്കുകൾ കടത്താൻ വേണ്ടി കടലിലേക്കുള്ള രഹസ്യ ഗുഹയെക്കുറിച്ചും ഈ സ്റ്റോറിയിൽ പ്രതിപാദിക്കുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുക. ഇത് തിരുവനന്തപുരം ജില്ലയിലെ ഒരു കടലോര ഗ്രാമമായ ആറ്റിങ്ങൽ അഞ്ചുതെങ്ങിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്രം ഉറങ്ങുന്ന പ്രസിദ്ധമായ അതിമനോഹരമായ അഞ്ചുതെങ്ങ് കോട്ട. കേരളത്തിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിന് തറക്കല്ലിട്ടതും എന്നാൽ ബ്രിട്ടീഷുകാർക്കെതിരെ ജനങ്ങളുടെ സംഘടിത പ്രക്ഷോഭമുണ്ടായതും ഈ കോട്ടയിൽ വെച്ച് തന്നെയാണ്. ഇത് കോട്ടയ്ക്ക് പുറത്തുള്ള ദൃശ്യങ്ങളാണ്. ഇനി കോട്ടയ്ക്കകത്ത് എന്താണെന്നറിയണ്ടേ? എന്നോടൊപ്പം നിങ്ങളും പോന്നോളൂ. എല്ലാ ദിവസവും രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് പ്രവേശന സമയം. സന്ദർശകർക്ക് ഇവിടെ ടിക്കറ്റ് എടുക്കേണ്ട കാര്യമില്ല, തികച്ചും സൗജന്യമാണ്. ചെന്നു കയറുന്നിടത്ത് ഇതുപോലെ 2-3 ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നതായി കാണാം. അതിൽ ആര്, എന്ന്, എപ്പോ, എന്തിനു വേണ്ടി ഈ കോട്ട നിർമ്മിച്ചു എന്നുള്ളത് വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. ഒപ്പം റെസ്ട്രിക്ഷൻസും. അഞ്ചുതെങ്ങ് കോട്ടയുടെ പ്രധാന സവിശേഷതകളിൽ ഒന്നാണ് ഈ കാണുന്ന ലൈറ്റ് ഹൗസ്. തികച്ചും വെട്ടുകല്ലുകളാൽ നിർമ്മിതമായ നടപ്പാതയിലൂടെ കോട്ടയ്ക്കുള്ളിലേക്ക് കടക്കുമ്പോൾ ഒരു ചെറിയ പൂന്തോട്ടവും വിശ്രമ സ്ഥലങ്ങളും പച്ച പുൽമേടും അടങ്ങിയ ഒരു നടുമുറ്റത്തേക്കാണ്. കേരളത്തിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിന് തറക്കല്ലിട്ടത് അഞ്ചുതെങ്ങ് കോട്ടയിലൂടെയാണ്. വെട്ടുകല്ലുകളും സുർക്കി മിശ്രിതവും മണലും കൊണ്ടുണ്ടാക്കിയ ഈ അതിഗംഭീര കോട്ടയ്ക്ക് ഒരുപാട് ചരിത്രങ്ങൾ പറയാനുണ്ട്. ആറ്റിങ്ങൽ അഞ്ചുതെങ്ങിൽ ഒരു കോട്ട പണിയുന്നതിലൂടെ ഫ്രഞ്ച് വ്യാപാരത്തെ നിശേഷം അടിച്ചമർത്തിക്കൊണ്ട് ബ്രിട്ടീഷ് ആധിപത്യം സ്ഥാപിക്കാൻ കഴിയുമെന്ന് ബ്രിട്ടീഷുകാർ കണക്കുകൂട്ടിയിരുന്നു. അങ്ങനെ അന്നത്തെ ആറ്റിങ്ങൽ റാണിക്ക് ഒരുപാട് പാരിതോഷികങ്ങളും വാഗ്ദാനങ്ങളും നൽകി കോട്ട പണിയാനുള്ള സ്ഥലം ബ്രിട്ടീഷുകാർ കൈക്കലാക്കി. അങ്ങനെ 1690-ൽ റാണിയുടെ അനുവാദത്തോടെ തുടങ്ങിയ കോട്ടയുടെ പണി 1695-ലാണ് പൂർത്തിയായത്. ആറ്റിങ്ങൽ അഞ്ചുതെങ്ങിൽ വ്യാപാര കുത്തകയും വ്യാപാര നിയന്ത്രണവും സ്വന്തമാക്കിയ ബ്രിട്ടീഷുകാർ ക്രമേണ പ്രദേശവാസികളിലേക്കും തങ്ങളുടെ ചൂഷണ നിയന്ത്രണങ്ങൾ നടമാടാൻ തുടങ്ങി. ബ്രിട്ടീഷുകാരുടെ അന്നത്തെ അതിക്രമങ്ങളെപ്പറ്റി ജനങ്ങൾ ആറ്റിങ്ങൽ റാണിയോട് പരാതിപ്പെട്ടെങ്കിലും വാഗ്ദാനങ്ങളിലും പാരിതോഷികങ്ങളിലും മുഴുകിയ റാണി അതൊന്നും ചെവിക്കൊണ്ടില്ല. അങ്ങനെ ബ്രിട്ടീഷുകാർക്കെതിരെ ആദ്യമായി ജനങ്ങളുടെ ഒരു സംഘടിത പ്രക്ഷോഭം ഉണ്ടായതും ഇവിടെ വച്ചാണ്. 1721-ൽ ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനങ്ങളുമായി വന്ന കോട്ട മേധാവി വില്യം ഗിൽബർട്ടിനെയും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെയും കൂട്ടം കൂടി ആക്രമിച്ച് കൊലപ്പെടുത്തുകയും 6 മാസക്കാലത്തോളം കോട്ട ഉപരോധിക്കുകയും ചെയ്തു. തലശ്ശേരിയിൽ നിന്നും കൂടുതൽ സേന എത്തിയാണ് ഈ കലാപം അടിച്ചമർത്തിയത്. ഇതാണ് കേരളത്തിൽ ആദ്യമായി ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന സംഘടിത പ്രക്ഷോഭമായ ആറ്റിങ്ങൽ കലാപം. വ്യാപാര സാധനങ്ങളുടെയും ആയുധശേഖരങ്ങളുടെയും ഗോഡൌണായിട്ട് മാത്രമല്ല, യുദ്ധത്തിൽ അന്നത്തെ പ്രധാന പ്രതിരോധ മാർഗമായിട്ടും ബ്രിട്ടീഷുകാർ അഞ്ചുതെങ്ങ് കോട്ടയെ കണക്കാക്കിയിരുന്നു. അഞ്ചുതെങ്ങ് കോട്ടയുടെ മറ്റൊരു പ്രധാന സവിശേഷതയാണ് കടലിലേക്ക് എത്തിച്ചേരാവുന്ന രീതിയിലുള്ള രഹസ്യ തുരങ്കപാത. കടൽ മാർഗം ചരക്കുകൾ കയറ്റുമതി ചെയ്യാനും ഇറക്കുമതി ചെയ്യാനും മാത്രമല്ല ഈ തുരങ്കപാത ഉപയോഗിച്ചിരുന്നത്, മറിച്ച് യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള ഒളിപ്പോർ മാർഗമായിട്ടും ഈ രഹസ്യപാത ഉപയോഗിച്ചിരുന്നു. ഈ കാണുന്നതാണ് ആ തുരങ്കപാത. ഇന്നിപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിൽ ആ തുരങ്കപാത കോൺക്രീറ്റ് കൊണ്ട് അടച്ചിരിക്കുകയാണ്. ശേഷിച്ച ഭാഗം ഒരു സ്റ്റോർ റൂമായിട്ടും എടുത്തിരിക്കുന്നത് കാണാം. ഈ തുരങ്കത്തിനുള്ളിലേക്ക് പോയ പല കന്നുകാലികളും തിരിച്ചു വന്നിട്ടില്ല എന്നാണ് വെപ്പ്. മാത്രവുമല്ല 2 മനുഷ്യരും ഇതിനകത്ത് പോയിട്ട് പിന്നെ തിരികെ വന്നിട്ടില്ല എന്നുകൂടി പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ തുരങ്കം കോൺക്രീറ്റ് കൊണ്ട് അടച്ചത്. രഹസ്യ തുരങ്കത്തിനടുത്ത് മറ്റൊരു കവാടത്തിലൂടെ പുറത്തേക്ക് പോയാൽ അതിവിശാലമായ മറ്റൊരു ഗ്രൗണ്ട് നമുക്ക് കാണാം. വെട്ടുകല്ലും സുർക്കി മിശ്രിതവും മണലും കൊണ്ടുണ്ടാക്കിയ ഈ കോട്ടയ്ക്ക് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിൽ ഈ കാണുന്ന മറ്റൊരു മതിൽ കൂടി പിന്നീട് കെട്ടുകയുണ്ടായി.
അഞ്ചുതെങ്ങ് കോട്ടയിലെ ഈ 7 കൽത്തൂണുകൾക്കും പറയാനുണ്ട് ഒരുപാട് കഥകൾ. പാവപ്പെട്ട ജനങ്ങളുടെ കണ്ണുനീരും രക്തവും ഒരുപാട് ഏറ്റുവാങ്ങിയിട്ടുള്ളതാണ് ഈ കൽത്തൂണുകൾ. ബ്രിട്ടീഷ് ആധിപത്യത്തിന് എതിര് നിൽക്കുന്നവരെ ഈ തൂണിൽ കെട്ടിയിട്ട് ചാട്ടവാർ അടിക്കുക എന്നുള്ളതായിരുന്നു അവിടുത്തെ ശിക്ഷാരീതി. ഇത് അഞ്ചുതെങ്ങ് കോട്ടയുടെ മുകൾ ഭാഗത്തെ ദൃശ്യങ്ങളാണ്. ചരിത്രം ഉറങ്ങുന്ന ഇതുപോലുള്ള സ്ഥലങ്ങൾ കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ അഞ്ചുതെങ്ങ് കോട്ടയും കണ്ടിരിക്കണം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ ബൈ. ഇറ്റ്സ് രാജി സൈനിങ് ഓഫ്.